നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം മനസ്സറിയാതെ അവള് കല്യാണിയെ പ്രശംസിക്കണം, താലോലിക്കണം. അത് മാറി നിന്ന് എനിക്കൊന്ന് കാണണം. എടാ ഹരി, നീ കണ്ടത് വേറെ ആരെയോ? എല്ലാം നിന്റെ തെറ്റിദ്ധാരണയോ? അതല്ല അമ്മ. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇവിടെ ഇരുന്ന് വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട്. വെറുതെ വിളിച്ചു പറയുന്നതല്ല, സത്യാണ്. ഒരു സത്യവും ഇല്ല. അവൻ ഇനിയില്ല, ഒരിടത്തുമില്ല. അത് മാത്രമാണ് സത്യം. ഒന്നുമില്ല മോളെ. ആരാമേ നിത്യ? പക്ഷേ അങ്ങനെ ഒരാളുണ്ട്. നാളത്തെ ചീഫ് ഗസ്റ്റ് ആരാന്നറിയോ? ഒരു അപ്കമിങ് മോഡലാ. സി ഹെർ ഫോട്ടോ. അമ്മാവൻ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഫോട്ടോ കീറിക്കളയാൻ പോയത്? അതുകൊണ്ടല്ലേ അവര് ചോദിച്ചത്. എന്നിട്ട് എല്ലാവരോടും എല്ലാം വിശദീകരിച്ചങ്ങ് പറയുകയും ചെയ്തു. ഇനിയിപ്പോ തുടങ്ങിക്കോളും ഓരോരുത്തരെ ഛർദ്ദിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ വരവ്. ബ്രഹ്മനെ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞുപോയി. അല്ല, എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ക്ഷമിക്കാൻ പറ്റുമോ നിനക്ക്? പറ്റുവോടാ? അമ്മാവ, അവള് മരിച്ചു പോയെന്നൊന്നും നമ്മൾ കരുതിയിട്ടില്ലല്ലോ. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് എന്നല്ലേ കരുതിയത്. ഇനിയിപ്പോ കൺമുന്നിലേക്ക് വരുമെന്ന് കരുതിയില്ല. നമ്മളെ വെറുതെ വിട്ടുവിടാന്ന് ദൈവം കരുതി കാണും. അതായിരിക്കും. എടാ അതെ, നമുക്ക് മോളെ സമ്മാനദാനത്തിന് സ്കൂളിലോട്ട് വിടണ്ട. അവള് കല്യാണിയെ കാണണ്ട. ഞാൻ എന്തിനാ എന്റെ മോളെ തടയുന്നത്? അല്ല, ആരെ പേടിച്ചിട്ടാ തടയേണ്ടത്? അവള് പോവും. സമ്മാനദാനത്തിന്റെ അന്ന് വീണയുടെ കയ്യിൽ നിന്ന് തന്നെ അവൾ സമ്മാനം വാങ്ങുകയും ചെയ്യും. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? അമ്മാവ, ഇത് കാലത്തിന്റെ ഒരു നിയോഗം. അവള് വലിച്ചെറിഞ്ഞിട്ട കുഞ്ഞിന് അവള് തന്നെ സമ്മാനം കൊടുക്കേണ്ടി വരിക. സ്വന്തം മനസ്സറിയാതെ അവള് കല്യാണിയെ പ്രശംസിക്കണം, താലോലിക്കണം. അത് മാറി നിന്ന് എനിക്കൊന്ന് കാണണം. എടാ ഹരി, തോറ്റു കൊടുത്തിട്ടുണ്ട് അവളുടെ മുമ്പില്, വേറെ ഒരുപാട് പേരുടെ മുമ്പില്. പക്ഷെ ഇപ്പോഴെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ അമ്മാവ? എന്റെ മോൾക്ക് ജയിക്കണ്ടേ? സ്കൂളിലൊരു സെലിബ്രിറ്റി വരുന്നു, അതുപോലെ തിരിച്ചു പോകുന്നു. അത്രയ്ക്കുള്ള വിലയെ അവൾക്ക് നമ്മുടെ മനസ്സിലുള്ളൂ.
നീ ഇപ്പോഴും അത് തന്നെ ഓർത്തോണ്ടിരിക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അത് അവനല്ലാന്ന്? ജീവൻ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അമ്മേ. കൊല്ലം നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ്. ആ മനുഷ്യനെ കണ്ട എനിക്ക് തിരിച്ചറിയാം, അത് ജീവൻ തന്നെയാ. நித்யா மேடம், நீங்க என்ன சொன்னது? அப்படி எங்கேயாவது ஜீவசாரம் உயிரோட இருந்தா எப்படியே நம்ம தேடி வரலையா? അത് മാത്രമല്ല മോളെ, നമ്മൾ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണിപ്പോ? ആ ദൂരക്ക് ജീവന് നിസ്സാരമാണ്. കഴിഞ്ഞതൊന്നും അമ്മ മറന്നിട്ടില്ലല്ലോ. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നെന്ന് ജീവൻ വ്യക്തമായിട്ട് അറിഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ഇവിടെ തന്നെയല്ലേ നമ്മളെ തരിക? என்ன மேடம் இது? அவர் அந்த புடை போனதும் வெள்ளத்துக்கு கீழே போனதும் நாம எல்லாம் பார்த்துதானே. ഇല്ല ശരവണ, അത് ജീവന്റെ അവസാനമായിരുന്നില്ല. അതെനിക്ക് ഉറപ്പാ. മോളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാതെ വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. ചിലപ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ ഈ തോന്നല് മാറും. ஆமா ஆமா, அது நல்லதானம்மா. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.